ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്കാണ് അലോട്ട്മെന്റ് ലഭിക്കുകയും അതുപോലെ അവരെല്ലാവരും അവരുടെ ആ ഒരു ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തവരുണ്ട് അല്ലേ, പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തവരും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തവരുണ്ട്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇവർക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റ് എന്താണെന്നുള്ളതാണ് അല്ലേ. അതായത് സെക്കൻഡ് അലോട്ട്മെന്റ് എപ്പോഴാണ് ഉണ്ടാവുക, അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ അല്ലേ, എത്ര സീറ്റുകൾ ബാക്കിയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഷമീം സാറ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് നൽകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയാനുള്ള മക്കളെ, നിങ്ങൾക്ക് +1 ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഫുൾ മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, സയൻസ് പഠിച്ചിട്ട് ഫുൾ മാർക്ക് നേടണമെന്ന് ആഗ്രഹമുള്ള മക്കളെല്ലാവർക്കും ഈ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അഗ്നി ബാച്ചിലെ സ്റ്റുഡൻസ് ആണ് ഇവരെല്ലാവരും. 20 കുട്ടികൾക്കാണ് ഇത്തവണത്തെ +1 പരീക്ഷ കഴിഞ്ഞപ്പോൾ 520 മാർക്കും നേടാൻ കഴിഞ്ഞത്. നമ്മുടെ അഗ്നി ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇതേപോലെ ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ വരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? യെസ്, ഇനി 520 അല്ല, നമുക്ക് അടുത്തത് നോക്കാം. 519 മാർക്ക് വാങ്ങിയ കുട്ടികൾ, 1 മാർക്ക് മാത്രം മിസ്സായവർ. അതിൽ കുറേയൊക്കെ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ റിവാലുവേഷൻ കൊടുത്തിട്ട് ഫുൾ മാർക്കിലേക്ക് എത്താൻ പോകുന്ന കുട്ടികളാണ് ഇവരെല്ലാവരും. അടുത്തത് 518 മാർക്ക് വാങ്ങിയ കുട്ടികൾ, വെറും 2 മാർക്ക് മാത്രം മിസ്സായവർ. അതുപോലെ 3 മാർക്ക് മാത്രം മിസ്സായവർ. അങ്ങനെ ഒരുപാട് ഫുൾ A+കളാണ്. ഇതെല്ലാം ഫുൾ A+ ആണല്ലേ. +1 +2 പിന്നെ A+ന് വലിയ കാര്യമൊന്നുമില്ല, ഫുൾ മാർക്കിനല്ലേ. 20 കുട്ടികളാണ് ഫുൾ മാർക്ക് നേടിയിട്ടുള്ളത്. നിങ്ങൾക്കും ആകാം. അതുപോലെ 519 മാർക്ക് കിട്ടിയ കുട്ടികൾ, 518 മാർക്ക് കിട്ടിയ 24 കുട്ടികൾ, 517 മാർക്ക് കിട്ടിയ 16 കുട്ടികൾ, അതുപോലെ 1000+ ഫുൾ A+കൾ. 1000-ലധികം കുട്ടികൾക്കാണ് ഫുൾ A+ നേടിയിട്ടുള്ളത്. അതുപോലെ ഫുൾ മാർക്ക് ഇൻ സയൻസ് സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് നേടിയ 98 കുട്ടികളുണ്ട്. അതുപോലെ 99% മുകളിലുള്ള 188ഓളം കുട്ടികൾ. ഓക്കെ, ഇത് ഇനിയും കൗണ്ടിങ് ആണ്. നമ്മുടെ റിസൾട്ടൊക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മക്കളെ, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളി ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആയി പോകില്ല. ആ ഒരു തീരുമാനം, ആ ഒരു ഡിസിഷൻ ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് പോവില്ല. ഓക്കെ, ഇത് ഷമീം സാറിൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് വേറൊന്നും വേണ്ട മക്കളെ. ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ഇനി വരുന്നുണ്ടാവും. നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 ഇൻ്റർവ്യൂ ഒക്കെ. അപ്പോൾ ഇതേപോലെ ഇനിയും കൂടുതൽ കുട്ടികളുടെ ഇൻ്റർവ്യൂസ് ഒക്കെ വരും. അതൊക്കെ കാണുക. എന്നിട്ട് നമ്മുടെ ബാച്ചിനെ കുറിച്ച് അവർ പറയുന്നത് അല്ലേ, കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ വിശ്വാസം വരും അല്ലേ. തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കുക, എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങളെ കൂടെ എപ്പോഴും എക്സാം വിന്നർ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഞാനെപ്പോഴും ഈ കണക്കിൻ്റെ ആളാണല്ലോ. യെസ്, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ സ്റ്റാറ്റസ് ആണിത്. അതായത് 6-ാം തീയതി വന്ന, അതായത് ഇന്നാണല്ലോ 6-ാം തീയതി അല്ലേ, ഇന്ന് വന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണിത്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ല തിരിച്ച് മെറിറ്റ് അലോട്ടഡ് എന്നും, മെറിറ്റ് പെർമനൻ്റ് എന്നും, മെറിറ്റ് ടെമ്പററി എന്നും, മെറിറ്റ് നോൺ ജോയിൻ എന്നും. ഓക്കെ, ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് എത്ര കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, എത്ര കുട്ടികളാണ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തത്, എത്ര കുട്ടികളാണ് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തത്, എത്ര കുട്ടികളാണ് ജോയിൻ ചെയ്യാതെയുള്ളത്. ഓക്കെ, ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട്. അതവർക്ക് എന്തുകൊണ്ടാണ് അവർ ജോയിൻ ചെയ്യാത്ത അറിയില്ല. അതായത് 2,49,540 കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിൽ 1,21,741 കുട്ടികൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ 99,526 കുട്ടികൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചെയ്യാത്ത 27,077 കുട്ടികൾ, അവർ ചിലപ്പോൾ വല്ല പ്രൈവറ്റ് സ്കൂളിലും ചേർന്നതാവാം, അല്ലെങ്കിൽ ഈ സമയത്ത് അഡ്മിഷൻ സമയത്ത് അവർ സ്കൂളിൽ ചെല്ലാത്തതാവാം, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അതുകൂടാതെ 1152 ഡിനൈഡ് അപ്ലിക്കേഷൻസ്, അതായത് അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടിയ പക്ഷേ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് എന്ത് ചെയ്തില്ല, അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല. അതായത് അവർ ഫിൽ ചെയ്ത സമയത്ത് എന്തോ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഇല്ലാത്ത ക്ലബ്ബുകൾ ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത എന്താ പറയുക ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 1152 കുട്ടികൾക്ക് അപേക്ഷ നിരസിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവസരം വരും, എഡിറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ വരും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും സീറ്റുകൾ കൂടി നമ്മുടെ
സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വരും. അതൊരു തരത്തിൽ പറഞ്ഞാൽ ഹാപ്പി ന്യൂസ് ആണ് ഇതുവരെ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ നോൺ ജോയിൻ എന്ന് പറയുന്നത് അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ അവർക്ക് വല്ലാത്ത നിരാശയായിരിക്കും. ഇനി അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ അബദ്ധത്തിൽ എന്താ പറയുക, ഈ ഒരു സീറ്റ് അലോട്ട്മെന്റ് അഡ്മിഷൻ നേടാൻ കഴിയാതെ പോയ കുട്ടികളെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് അറിയിക്കുക ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, കാരണം എന്താ മക്കളെ, നമുക്കറിയാം ഇങ്ങനൊരു നിർദ്ദേശങ്ങൾ +1 ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്ത് ഗവൺമെന്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സൈറ്റിലുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടോ പല കുട്ടികളും എന്ത് ചെയ്തില്ല, സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും കുട്ടികളാണ് നോൺ ജോയിൻ ആയിട്ടുള്ളത്, 27,077 കുട്ടികൾ. ഓക്കെ, അപ്പോൾ അത്രയും സീറ്റുകൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞുതരാം. രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 9 പ്രസിദ്ധീകരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വാർത്ത. ഓക്കെ, ജൂൺ 10 9 എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ജൂൺ 9 ലഭിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയുള്ള ഒരു വാർത്ത. അതുപോലെ രണ്ടാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ജൂൺ 10, 11 തീയതികളിൽ നടക്കും. കൃത്യമായിട്ട് ആ ദിവസങ്ങളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. അലോട്ട്മെന്റ് ലഭിച്ചാൽ ആ ഡേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് ലെറ്ററിലുള്ള ഫീയും അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അടക്കം നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. പിന്നെ ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത സീറ്റുകളിലേക്കും ബാക്കിയുള്ള മെറിറ്റ് സീറ്റുകളിലേക്കുമാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ്. ഓക്കെ, അതായത് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ കുറച്ച് സീറ്റുകൾ ഒഴിഞ്ഞെടുക്കണം. ഒരു 30,000-ഓളം സീറ്റുകൾ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൂടാതെ ഇനി എത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ 67,000-ഓളം സീറ്റുകൾ വേക്കൻസി ആയി കിടക്കുന്നുണ്ട്. ആ സീറ്റുകളിലേക്കുമാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നടക്കുന്നത്. മൂന്നാം അലോട്ട്മെന്റ് ജൂൺ 16 പ്രസിദ്ധീകരിക്കും. ജൂൺ 18 +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ 3 അലോട്ട്മെന്റുകൾ 18-ാം തീയതിക്ക് മുമ്പ് തീരും. അതിനുശേഷം 26-ാം തീയതിയോ 27-ാം തീയതിയോ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ പ്രോസസ്സൊക്കെ ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യും, ഷമീം സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉള്ളിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്, നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് റിസൾട്ടാണ് ഈ വർഷം നമുക്ക് എന്താ പറയുക +1 അഗ്നി ബാച്ചിലൂടെ കിട്ടിയിട്ടുള്ളത്. 20 കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മുടെ മാത്രമല്ല കുട്ടികൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അതുപോലെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും വർക്ക്ഷീറ്റുകളൊക്കെ അവർ കൃത്യമായിട്ട് വിനിയോഗിച്ചതിൻ്റെ റിസൾട്ട് കൂടിയാണ്. അവർക്കാണ് അതിൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ അഭിനന്ദനങ്ങളും അവർക്ക് മാത്രമാണ്. നമ്മളതിന് ഭാഗമായി എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെയും അതുപോലെ എക്സാമിനറിൻ്റെയും വക വലിയൊരു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അടുത്ത വർഷവും +2-ലും ഇതേപോലെ ഫുൾ മാർക്ക് നേടാൻ എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങൾക്കും ഫുൾ മാർക്ക് നേടാൻ കഴിയും. വീഡിയോ കാണുന്ന ഇപ്പോൾ +1-ലേക്ക് എത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ SSLCയോ 9-ാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾക്കും ഇതേപോലെ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.